ട്രിവാൻഡ്രത്ത് എക്സിസ്റ്റാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹാൻഡ്ലിംഗ് പൊസിഷനൊക്കെ നമ്മൾ MD കാട്ടിലും കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ 2 മിറർ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതൊരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹെഡ്ലൈറ്റ് സൈഡിലോട്ട് വന്നാൽ നമ്മൾ പഴയ മോഡൽ 2 സ്ട്രോക്ക് 135 അല്ലെങ്കിൽ RX100 ആ ഒരു മോഡലിലാണ് റെട്രോ ഹെഡ്ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സീറ്റ് വശം നോക്കിയാൽ നമ്മുടെ നമുക്ക് ഇപ്പോൾ SR കൊടുത്തിട്ടുള്ളത് ബെറ്റർ സീറ്റാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളെ MDയുടെ സീറ്റിനെക്കാട്ടും ബെറ്ററാണ്. MDയുടെ സീറ്റിന് നമ്മൾ പില്ലിയൻ ഇരിക്കുമ്പോൾ ചെറിയ പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ സീറ്റിലൂടെ മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ TFT ഡിസ്പ്ലേ ഒഴിച്ച് ബാക്കി ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ ഈ മോട്ടോർ സൈക്കിൾ ആഡ് ആയിട്ടുണ്ട്. എക്സോസ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ മസ്കുലർ ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് ഈ മോട്ടോർ സൈക്കിൾ നൽകിയിട്ടുള്ളത്. ഡിസ്പ്ലേ സൈഡിലോട്ട് നോക്കിയാൽ നിയോ റെട്രോ ടൈപ്പിലുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റേഡിയേറ്റർ സൈഡിലോട്ട് നോക്കിയാൽ നമ്മുടെ MDയെക്കാട്ടിലും കുറച്ചും കൂടെ ക്വാളിറ്റി ബേസിലാണ് റേഡിയേറ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ റേഡിയേറ്റർ ക്യാപ്പ് ഇങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അഴിച്ചൊന്നും എടുക്കാൻ പറ്റാത്ത രീതിക്കാണ് നമ്മൾ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ യമഹ കൊടുക്കുന്നത്. അപ്പോൾ റേഡിയേറ്റർ സൈഡും പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. കേസ് അങ്ങനെ ഈ ഒരു മോട്ടോർ സൈക്കിൾ നമ്മൾ ടൂറിങ് ആയാലും ഡെയിലി യൂസിനായാലും മോഡിഫൈ ആയാലും എങ്ങനെ വേണമെങ്കിലും കൊണ്ടു കിടക്കാം. അങ്ങനെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് യമഹ ഇറക്കി തന്നിട്ടുള്ളത്. ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല, മഴയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പേജിലോട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.